ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെയ്നീഷ്യൻ തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണിയാണ്. കെയ്ൻസിൻ്റെ ഡിമാൻഡ് ഫോർ മണി ഈ തിയറി നമുക്ക് ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി ഓഫ് മണി എന്നും പറയാം. കാരണം കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ പീപ്പിൾ ഡിമാൻഡ് മണി ഫോർ ലിക്വിഡിറ്റി പ്രിഫറൻസ്. മണിക്ക് ഒരു ലിക്വിഡ് നേച്ചർ ഉള്ളതുകൊണ്ടാണ് പീപ്പിൾ എന്ത് ചെയ്യുന്നത്, മണി ഡിമാൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ലിക്വിഡിറ്റി പ്രിഫറൻസ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ലെവൽ ഓഫ് ഇൻകം ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ട് ആളുകൾ പണം ഡിമാൻഡ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ്. ഒന്ന് ഇൻകവും, മറ്റൊന്ന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും. അപ്പോൾ ലിക്വിഡിറ്റി പ്രിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, ലെവൽ ഓഫ് ഇൻകത്തിൻ്റെയും അതുപോലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെയും ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ ഇക്വേഷനായിട്ട് കാണിച്ചിരിക്കുന്നത്. എം ഡി എന്ന് വെച്ചാൽ എന്താണ്, ഡിമാൻഡ് ഫോർ മണി. ഓക്കെ, ഡിമാൻഡ് ഫോർ മണി ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻകം ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇതിന് രണ്ടിൻ്റെയും ഫംഗ്ഷനാണ് ഡിമാൻഡ് ഫോർ മണി. അപ്പോൾ ഇവിടെ ലിക്വിഡിറ്റി, ഈ എം ഡി എന്ന് പറയുമ്പോൾ ഇവിടെ ലിക്വിഡിറ്റി പ്രിഫറൻസ് ഡിമാൻഡ് ഫോർ മണിയാണ്. വൈ പീപ്പിൾ ആർ ഡിമാൻഡിങ് മണി, എന്തിനാണ് നമ്മൾ പണം ഡിമാൻഡ് ചെയ്യുന്നത്? ഓക്കെ, നമുക്ക് ട്രാൻസാക്ഷൻ മോട്ടീവ്, ഇങ്ങനെ പല മോട്ടീവ്സ്, അതുപോലെ പ്രിക്കോഷണറി മോട്ടീവ്, സ്പെക്കുലേറ്റീവ് മോട്ടീവ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് പണം ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിമാൻഡ് ചെയ്യുന്ന പണം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു, നമ്മുടെ ഇൻകത്തെയും അതുപോലെ ആ പണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നോക്കുക. അപ്പോൾ പീപ്പിൾ പ്രിഫർ ലിക്വിഡിറ്റി പ്രിഫറൻസ് ഫോർ 3 purposes. ഒന്നാമത്തത് ട്രാൻസാക്ഷൻ മോട്ടീവ്. എന്താണ് ട്രാൻസാക്ഷൻ മോട്ടീവ്? നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള ഓരോരോ ആവശ്യങ്ങളും നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പണം ഡിമാൻഡ് ചെയ്യുന്നു. ഇപ്പം നിങ്ങളാണെങ്കിൽ ഇപ്പം കുട്ടികൾ കോളേജിലേക്ക് വരുന്നു, നിങ്ങളുടെ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജസ്, നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു പെൻ വാങ്ങണം, അല്ലെങ്കിൽ ഒരു ബുക്ക് വാങ്ങിക്കണം, അങ്ങനെയുള്ള ആവശ്യങ്ങൾ, പെട്ടെന്ന് നിങ്ങൾക്ക് ചായ കുടിക്കണം, ക്യാൻറ്റീനിൽ പോകുമ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യുന്നതിനും, അതുപോലെ ഫോൺ റീചാർജിങ്, അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങളെല്ലാം നമ്മുടെ ട്രാൻസാക്ഷൻ മോട്ടീവിലാണ് വരുന്നത്. അപ്പോൾ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പണം മാറ്റിവെക്കുന്നു, അല്ലെങ്കിൽ പണം ആവശ്യപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ മോട്ടീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. ഇത് എന്തിനെ ആശ്രയിച്ചിരിക്കുകയാണ്, നമ്മുടെ ഇൻകത്തെ ആശ്രയിച്ചിരിക്കുകയാണ്. സോ ട്രാൻസാക്ഷൻ മോട്ടീവ് ഡിമാൻഡ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ലെവൽ ഓഫ് ഇൻകം. സി, ഇതാണ് എം ഡി ടി. എം ഡി ടി എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഫോർ മണി ഫോർ ട്രാൻസാക്ഷൻ പർപ്പസ്, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻകം, ഇൻകത്തെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എഫക്ട് ചെയ്യുന്നത്? ഒന്ന്, നമ്മുടെ ടൈം ഇന്റർവൽ ബിറ്റ്വീൻ റെസീറ്റ്സ് ഓഫ് ഇൻകം. അതായത് ചില ഇൻഡിവിജ്വൽസിന് ഡെയിലി വർക്കേഴ്സ് ആയിരിക്കും, അപ്പോൾ അവർക്ക് ഡെയിലി ഇൻകം റിസീവ് ചെയ്യുന്നവരായിരിക്കും, ചിലർ മന്ത്ലി ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ആ ഒരു ടൈം ഇന്റർവൽ, നമുക്ക് ഇൻകം കിട്ടുന്ന ആ ഒരു ഗ്യാപ്പ്, ഇൻകം കിട്ടുന്ന ഗ്യാപ്പും അതുപോലെ നമ്മൾ ചെലവാക്കുന്ന ഗ്യാപ്പും. നമ്മൾ ചെലവാക്കുന്നത് ഡെയിലി ആയിരിക്കും, പക്ഷെ ഇൻകം കിട്ടുന്നത് മന്ത്ലി ആയിരിക്കും. അപ്പോൾ ആ ടൈം ഇന്റർവെൽ കൂടുതലാണെങ്കിൽ നമ്മൾ കൂടുതൽ പണം കയ്യിൽ വെക്കണം, കുറവാണെങ്കിൽ കുറച്ച് പൈസ ട്രാൻസാക്ഷൻ ഡിമാൻഡിന് കയ്യിൽ വെച്ചാൽ മതിയാകും. ഓക്കെ, രണ്ടാമത്തെ നമ്മുടെ ലെവൽ ഓഫ് ഇൻകത്തിൽ, കൂടുതൽ ഇൻകം ഉള്ള ആൾ കൂടുതൽ പണം കയ്യിൽ ട്രാൻസാക്ഷൻ ഡിമാൻഡിന് വേണ്ടി വെക്കാം, കുറവ് ഇൻകം ഉള്ളവർക്ക് കുറച്ച് പൈസയെ വെക്കാൻ പറ്റുന്നുള്ളൂ. അടുത്തത് പ്രൈസ് ലെവൽ, ഞാൻ പറഞ്ഞതാണ് ഓൾറെഡി. അതായത് നമ്മുടെ വില നിലവാരങ്ങൾ എന്ന് വെച്ചാൽ വില കൂടുതലാണ്, സാധനങ്ങളുടെയൊക്കെ വില കൂടുതലാണെങ്കിൽ നമുക്ക് പൈസ കൂടുതൽ ട്രാൻസാക്ഷൻ മോട്ടീവിന് വെക്കേണ്ടി വരും. പെട്ടെന്ന് ബസ് ചാർജ് കൂടുന്നു, അല്ലെങ്കിൽ സാധനങ്ങളുടെ വില, ബുക്കിൻ്റെ പ്രൈസ് കൂടുന്നു, പെന്നിൻ്റെ പ്രൈസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാൻറ്റീൻ എക്സ്പെൻസ്, അങ്ങനെ കൂടുമ്പോൾ അതെല്ലാം പ്രൈസ് ലെവലിൽ കൂടുന്നതാണല്ലോ. അപ്പോൾ അത് നമ്മുടെ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിക്ക് നമ്മൾ കൂടുതൽ പൈസ കരുതലായിട്ട് വെക്കേണ്ടി വരുന്നു. അപ്പോൾ കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ഈ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻകം ആണ്. അടുത്ത പ്രിക്കോഷണറി മോട്ടീവ്, ആ വേർഡിൽ തന്നെ കാണുന്നില്ലേ, പ്രിക്കോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എമർജൻസി ആവശ്യങ്ങൾ, നമുക്ക് പെട്ടെന്ന് വരുന്ന ഒരു അൺഫോർസിൻ, നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റത്തില്ല. പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ടിനൊരു ആപത്ത് വരുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഒരു റിലേറ്റീവിന് ഒരു അസുഖം വരുന്നു. അപ്പം നമ്മുടെ വീട്ടുകാരോ നമ്മളോ ആരും തന്നെ ഇത് എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ്, നമ്മളിൽ ആർക്കെങ്കിലും തന്നെ എന്തെങ്കിലും സംഭവിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള അൺഫോർസിൻ കണ്ടിജൻസീസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് പൈസ കയ്യിൽ കരുതുന്നതിനെയാണ് പ്രിക്കോഷണറി മോട്ടീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. ഇതും എന്തിനെ ആശ്രയിച്ചിരിക്കുകയാണ്, നമ്മുടെ ഇൻകത്തെ തന്നെ ആശ്രയിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിയും അതുപോലെ പ്രിക്കോഷണറി ഡിമാൻഡ് ഫോർ മണിയും ഇൻട്രസ്റ്റ് ഇൻഇലാസ്റ്റിക് ആണ്, ഇൻകം ഇലാസ്റ്റിക് ആണ്. ഇൻകം ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഇൻകം കൂടിയാൽ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം മാറ്റി വെക്കുന്നത് കൂടുന്നു, അതിനെയാണ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. പക്ഷെ ഇൻട്രസ്റ്റ് കൂടിയെന്ന് പറഞ്ഞ് നമ്മൾ ഈ ആവശ്യങ്ങൾക്ക് കൂടുതൽ പണം മാറ്റി വെക്കില്ല, കാരണം ഇൻട്രസ്റ്റുമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല.
മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈ പ്രിക്കോഷണറി മോട്ടീവും അതുപോലെ ട്രാൻസാക്ഷൻ മോട്ടീവും ഇൻട്രസ്റ്റ് ഇൻഇലാസ്റ്റിക് എന്ന് പറയാൻ കാര്യം. കാരണം ഇൻട്രസ്റ്റ് കൂടിയാലും കുറഞ്ഞാലും നമ്മുടെ ഈ രണ്ട് ആവശ്യങ്ങൾ നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. ഈ രണ്ട് ആവശ്യങ്ങൾ നമ്മൾ എന്തിനെ ആശ്രയിച്ചാണ് പണം മാറ്റിവെക്കുന്നത്? നമ്മുടെ ലെവൽ ഓഫ് ഇൻകം മാത്രമാണ്. അതുകൊണ്ടാണ് അത് ഇൻകം ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഓഫ് ഇൻകം. അപ്പോൾ ഇവിടെ പ്രിക്കോഷണറി മോട്ടീവും ട്രാൻസാക്ഷൻ മോട്ടീവും ലെവൽ ഓഫ് ഇൻകത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതിന് ഇൻകം ഇലാസ്റ്റിക് ആണ് ഈ രണ്ട് ആവശ്യങ്ങളും. പക്ഷേ ഇൻട്രസ്റ്റ് ഇൻഇലാസ്റ്റിക്കുമാണ്. പക്ഷെ നമ്മുടെ മൂന്നാമത്തെ ഒരാവശ്യം ഇപ്പൊ ഇവിടെ കണ്ടല്ലോ, ഫംഗ്ഷൻ കണ്ടല്ലോ, MDP എന്ന് പറഞ്ഞാൽ പ്രിക്കോഷണറി ഡിമാൻഡ് ഫോർ മണി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻകം. ഓക്കെ. അടുത്ത സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ സേവിങ്സ് പർപ്പസിന് വേണ്ടി പണം മാറ്റി വെക്കുന്നു. അപ്പൊ ആദ്യത്തെ രണ്ട് ആവശ്യങ്ങൾ ട്രാൻസാക്ഷൻ മോട്ടീവ് കഴിഞ്ഞു, രണ്ടാമത്തെ നമ്മുടെ പ്രിക്കോഷണറി മോട്ടീവ് കഴിഞ്ഞു. ഈ രണ്ട് ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് മിച്ചം വരുന്ന പൈസ നമ്മൾ സേവിങ്സിനായിട്ട് വെക്കുന്നു. ഇത് എന്തിനെ ആശ്രയിച്ചിരിക്കുകയാണ്? ഇൻട്രസ്റ്റ് റേറ്റിനെ ആശ്രയിച്ചിരിക്കുകയാണ്, അല്ലെ? അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ നമ്മൾ കൂടുതൽ സേവ് ചെയ്യും, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാൽ കുറച്ച് സേവ് ചെയ്യും. ഇതാണ് കൺസെപ്റ്റ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എന്താണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്, നമുക്ക് മാർക്കറ്റ് കണ്ടീഷൻസിൽ നിന്ന് അഡ്വാൻറ്റേജസ് എടുത്ത് സ്പെക്കുലേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ബോണ്ട് പ്രൈസ് ഒക്കെ നോക്കുന്നു. കാരണം ബോണ്ട് പ്രൈസ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ്, നമ്മൾ ബോണ്ടിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബോണ്ട് പ്രൈസും ആ ബോണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റും ഒക്കെ നമ്മൾ നോക്കുന്നു. അപ്പോൾ ബോണ്ട് പ്രൈസ് വേരീസ് ഇൻവേഴ്സ്ലി വിത്ത് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇപ്പോൾ ബാങ്കിൽ നിങ്ങൾ സേവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും അതുപോലെ ഈ ബോണ്ട് പ്രൈസും ബോണ്ടിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേണും ഒക്കെ നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ആ ബോണ്ട് പ്രൈസ് എന്തായിരിക്കും? ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റുമായിട്ട് ഇൻവേഴ്സ് റിലേഷൻ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഇവിടെ V is equal to P. V എന്ന് പറഞ്ഞാൽ കറന്റ് മാർക്കറ്റ് വാല്യൂ ഓഫ് ബോണ്ടാണ്. ബോണ്ടിന്റെ കറന്റ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് ഓഫ് ബോണ്ടും അതുപോലെ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഈ ബോണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിട്ടേണിനെ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയാം. അപ്പൊ ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യും? കൂടുതൽ ബോണ്ട് വാങ്ങാൻ ശ്രമിക്കും, അല്ലെ? കാരണം ഇപ്പൊ വാങ്ങിയാലേ ഫ്യൂച്ചറിൽ നമുക്ക് ആ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടത്തുള്ളൂ. അപ്പം മാർക്കറ്റ് വാല്യൂ ഓഫ് ബോണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതൽ തന്നെ ആയിരിക്കും. അപ്പൊ ബോണ്ടിന്റെ പ്രൈസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റുമായിട്ട് ഇൻവേഴ്സ്ലി റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബോണ്ടിന്റെ വാല്യൂ, ബോണ്ടിന്റെ പ്രൈസിലുണ്ട് കറണ്ട് മാർക്കറ്റ് വാല്യൂ ഓഫ് ബോണ്ട് എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പ്രൈസിനെ, ആ ബോണ്ടിന്റെ പ്രൈസിനെ എന്തുമായിട്ട് ഡിവൈഡ് ചെയ്യണം? 1+R. R എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് ഓഫ് ബോണ്ട് എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ വാല്യൂ ഓഫ് ബോണ്ട് കുറയുന്നു. ഇങ്ങനെ ഒരു ഇൻവേഴ്സ് റിലേഷൻ ആണ് തമ്മിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അടുത്ത നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് എക്സ്പെക്ടേഷൻ ആണ്. ഞാൻ പറഞ്ഞു സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് നമ്മൾ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഇൻട്രസ്റ്റ് പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ ഇൻട്രസ്റ്റ് കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കൂടുതൽ സ്പെക്കുലേഷൻ നടത്തുന്നു. മനസ്സിലായില്ലേ? അതായത് നമുക്ക് ഇൻട്രസ്റ്റ് പ്രതീക്ഷയിലാണ് നമ്മൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് നടത്തുന്നത്. അപ്പൊ ഇൻട്രസ്റ്റ് കൂടിയാൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കൂടുന്നു, ഇൻട്രസ്റ്റ് കുറഞ്ഞാൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കുറയുന്നു. അപ്പം ഈ സ്പെക്കുലേറ്റീവ് ഡിമാൻഡും ഇൻട്രസ്റ്റുമായിട്ട് എന്ത് റിലേഷനാണ്? പോസിറ്റീവ് റിലേഷനാണ്. അതേസമയത്ത് ഇവിടെ മാർക്കറ്റിന്റെ ബോണ്ട് പ്രൈസും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റുമായിട്ട് ഇൻവേഴ്സ് റിലേഷൻ ആണ്. കാരണം നിങ്ങളിപ്പോൾ ബാങ്കിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റുമായിട്ട് കമ്പയർ ചെയ്താൽ പോലും നിങ്ങൾ ബാങ്കിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ബോണ്ട് പ്രൈസ് കുറവാണെങ്കിലേ നമ്മൾ വാങ്ങിക്കത്തുള്ളൂ. അപ്പോൾ ഇത് തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് ആ ബോണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് നടക്കുള്ളൂ. ഇവിടെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡിൽ നമ്മൾ ഈ ഒരു ഡിസിഷൻ എടുക്കുന്നത് ഈ ഇൻട്രസ്റ്റ് റേറ്റിന്റെ എക്സ്പെക്ടേഷൻ കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കേണ്ടി വരുന്നത്. അപ്പോൾ നോക്കുക, അപ്പോൾ കറണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R ആൻഡ് എക്സ്പെക്ടഡ് ഫ്യൂച്ചർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R' ആണെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പോൾ നമ്മളൊരു ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സേവിങ്സ് നടത്തുകയാണ്. അത് നമുക്കറിയാം ഫ്യൂച്ചർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എക്സ്പെക്ട് ചെയ്തിട്ടാണ് നമ്മളത് നടത്തുന്നതെന്നറിയാം. അപ്പോൾ അങ്ങനെ ഫ്യൂച്ചർ റേറ്റ് നിങ്ങൾ ഇൻട്രസ്റ്റ് റേറ്റ് എക്സ്പെക്ട് ചെയ്യുമ്പോൾ രണ്ട് റേറ്റ് ഉണ്ട്. ഒന്ന് ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ്, ഇപ്പം നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് ആ റേറ്റും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കിട്ടേണ്ട റേറ്റ്, അതാണ് എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ റേറ്റ്. ഇത് രണ്ടുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ആണ് നമ്മളിനി പറയുന്നത്. ഒന്നാമത് R is greater than R'. R എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. മനസ്സിലായില്ലേ? R' എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യൂച്ചർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. പീപ്പിൾ അങ്ങനെയാണെങ്കിൽ, അതായത് കറണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലും ഫ്യൂച്ചർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവുമാണെങ്കിൽ എന്ത് ചെയ്യും? പീപ്പിൾ എക്സ്പെക്ട് ക്യാപിറ്റൽ ഗെയിൻസ്. ആളുകൾ
ക്യാപിറ്റൽ ഗെയിൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഡിമാൻഡ് ഫോർ മണി വിൽ ബി നെഗറ്റീവ്, പണത്തിനുള്ള ഡിമാൻഡ് കുറവായിരിക്കും. ഹോൾഡിംഗ് ഓഫ് ബോണ്ട്സ് വിൽ ഇൻക്രീസ് വെൽത്ത്, കാരണം ബോണ്ട് കയ്യിൽ വെച്ചാൽ നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണല്ലോ. അപ്പോൾ ആളുകൾ ബോണ്ട് കയ്യിൽ വെക്കാനായിട്ട് സൂക്ഷിക്കുന്നു, കാരണം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്, ഫ്യൂച്ചറിൽ കൂടുതലാണ്. ഇനി നോക്കുക, ഇഫ് ആർ ഇസ് ലെസ് ദാൻ ആർ ഡാഷ്, ആറ് കുറവാണ്, അതായത് ഫ്യൂച്ചറിൽ കിട്ടുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നെങ്കിൽ നമ്മൾ പിന്നെ ബോണ്ട് കൈ വെച്ചേക്കത്തില്ല. അപ്പോൾ എന്താണ്, ബോണ്ട് ഹോൾഡേഴ്സ് വിൽ സെൽ ബോണ്ട്സ് ഫോർ ക്യാഷ്, ഇപ്പം തന്നെ അത് ക്യാഷ് ആക്കാമെന്ന് തീരുമാനിക്കുന്നു, കാരണം ഈ ക്യാപിറ്റൽ ലോസ് ആണ് നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ ആർ ഇസ് ഈക്വൽ ടു ആർ ഡാഷ് വന്നു കഴിഞ്ഞാൽ ലോസും ഇല്ല ഗെയിനും ഇല്ല. അപ്പോൾ പിന്നെ ആളുകൾ എന്താണെന്ന് വെച്ചാൽ അങ്ങ് തീരുമാനിച്ചാൽ നമുക്ക് ഇത് കൈ പൈസ വെച്ചിട്ട് കാര്യമില്ല, ഇൻവെസ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല എന്നുണ്ടെങ്കിൽ എന്താണെന്ന് നമ്മൾ തന്നെ അങ്ങ് തീരുമാനിക്കുക. അതാണ് അസറ്റ് പോളിയോ ഡസ് നോട്ട് ചേഞ്ച്, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി 0 ആയിരിക്കും. അപ്പോൾ സ്പെക്കുലേഷൻ നടത്തിയിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാകും. നമ്മൾ ഡയഗ്രമാറ്റിക് ആയിട്ട് ഇത് റെപ്രസെന്റ് ചെയ്യുന്നു. ഇവിടുത്തെ സിറ്റുവേഷൻ ആർ ഇസ് ഗ്രേറ്റർ ദാൻ ആർ ഡാഷ് ആണ്, ഇവിടെ രണ്ടും കൂടെ ഈക്വൽ ആവുന്നു, ഇവിടെ ആർ ഇസ് ലെസ് ദാൻ ആർ ഡാഷ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആർ ഇസ് ഗ്രേറ്റർ ദാൻ ആർ ഡാഷ് ആണെങ്കിൽ എന്തായിരിക്കും, സ്പെക്കുലേറ്റീവ് ബാലൻസ് നെഗറ്റീവ് ആകുന്നു. അതുപോലെ ആർ ഇസ് ഈക്വൽ ടു ആർ ഡാഷ് ആണെങ്കിൽ 0 ആവുന്നു. ആർ ഇസ് ലെസ് ദാൻ ആർ ഡാഷ് ആണെങ്കിൽ എന്താവുന്നു, പോസിറ്റീവ് ആകുന്നു. ഇനി ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി, നമ്മൾ നേരത്തെ തന്നെ M1 M2 ഒക്കെ പഠിച്ചതാണ് അല്ലേ. അപ്പൊ ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി എന്ന് പറഞ്ഞാൽ എന്താണ്, M1 പ്ലസ് M2 ആണ്. ഇവിടെ M1 കെയ്ൻസിന്റെ തിയറിയിൽ M1 എന്ന് പറയുന്ന ട്രാൻസാക്ഷനും പ്രിക്കോഷണറിയും കൂടെ ചേരുന്നതാണ്, രണ്ടും കൂടെ ചേരുന്നതാണ് M1 എന്ന് പറയുന്നത്. M2 എന്ന് പറയുന്നത് എന്താണ്, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. അപ്പം പീപ്പിൾ മെയിൻലി ഡിമാൻഡ് മണി ഫോർ മീറ്റിംഗ് ദീസ് 2 പർപ്പസസ്. ഈ രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പണം ഡിമാൻഡ് ചെയ്യുന്നത്. ഒന്നാമത്തത് M1ന് വേണ്ടിയിട്ട്, മറ്റൊന്ന് M2ന് വേണ്ടിയിട്ട്. നോക്കുക, നമ്മൾ ഈ ലിക്വിഡിറ്റി പ്രിഫറൻസ് കർവ് നോക്കുക, ഇങ്ങനെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഈ ഒരു പോർഷനിൽ നമുക്ക് ലിക്വിഡിറ്റി ട്രാപ്പ് കാണാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റിൽ എത്ര തന്നെ വേരിയേഷൻ വന്നാലും ആളുകളുടെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് കാണിക്കുന്നതാണ്. When income increases, liquidity preference curve shifts right. Income increase ചെയ്യുന്നതനുസരിച്ച് ഇത് ഇങ്ങനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഡയഗ്രം നമ്മൾ ഇനി അടുത്ത ഇതിൽ കാണിക്കുന്നുണ്ട്. ഇനി സപ്ലൈ ഓഫ് മണിയിൽ അപ്പം നമ്മളിപ്പോൾ ഡിമാൻഡ് ഫോർ മണിയാണ് പറഞ്ഞല്ലേ. ഇത്രയും പറഞ്ഞ 3 ഡിമാൻഡുകളെ കുറിച്ചാണ്, അതായത് ടോട്ടൽ ഡിമാൻഡ് നമ്മൾ പറഞ്ഞു. ഇത്രയും നമ്മൾ പറഞ്ഞ എന്താ, ഡിമാൻഡാണ്. അതായത് നമ്മുടെ ട്രാൻസാക്ഷൻ ഡിമാൻഡ്, പ്രിക്കോഷണറി ഡിമാൻഡ്, ട്രാൻസാക്ഷൻ മോട്ടീവ് ഡിമാൻഡ്, അതുപോലെ പ്രിക്കോഷണറി ഡിമാൻഡ്, ദെൻ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ്. ഇത്രയും നമ്മൾ ഡിമാൻഡ് ആസ്പെക്റ്റ് ആണ് പറഞ്ഞത് അല്ലേ. അതിലുണ്ടാകുന്ന ഇൻട്രസ്റ്റ് റേറ്റ് വേരിയേഷൻ പറഞ്ഞു, ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമ്മൾ എന്താ പറയുന്നത്, ടോട്ടൽ ഡിമാൻഡും കണ്ടു. ഇനി നമ്മൾ പറയുന്നത് സപ്ലൈ ഓഫ് മണിയാണ്. സപ്ലൈ ഓഫ് മണി എന്ന് പറയുന്നത് എന്താ, ആരാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്, കറൻസി ആൻഡ് കോയിൻസ് ഇഷ്യൂ ചെയ്യുന്നത് RBI ആണ് അല്ലെ. നമുക്ക് പറയാം മോണിറ്ററി അതോറിറ്റി ഓഫ് എ കൺട്രി ആണ് അല്ലേ. അപ്പോൾ ആ മണി മോണിറ്ററി അതോറിറ്റി ഇഷ്യൂ ചെയ്യുന്ന കറൻസി ആൻഡ് കോയിൻസ് റെഗുലേറ്റ് ചെയ്ത് ഇക്കോണമിയിൽ ക്രെഡിറ്റ് മണി ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സപ്ലൈ ഓഫ് മണിയുടെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു, ഈ സർക്കുലേഷൻ ഓഫ് മണി ആശ്രയിച്ചിരിക്കുന്നു, അതുപോലെ ക്രെഡിറ്റ് ക്രിയേഷനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് പോളിസി ഓഫ് മോണിറ്ററി അതോറിറ്റിയെ ആശ്രയിച്ചിരിക്കുന്നു. ഇനി നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമിനേഷൻ ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡിമാൻഡും സപ്ലൈയും കൂടെ ചേരുന്ന പോയിന്റിലാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം, ഈ പറയുന്ന M1 M2 ചേരുമ്പോൾ നമുക്ക് എന്താവുന്നു, നമ്മൾ പറഞ്ഞ എന്താ M1 M2 M1ഉം M2ഉം ആണല്ലോ ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. സപ്ലൈ അപ്പം ഡിമാൻഡ് ഫോർ മണിയെ നമ്മൾ ഈ ലിക്വിഡിറ്റി പ്രിഫറൻസ് കർവ് കൊണ്ട് നമ്മൾ കാണിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഷിഫ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. ഡിമാൻഡ് ഫോർ മണിയിൽ ഇൻക്രീസ് ഉണ്ടാകുമ്പോൾ ഈ L1 റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് L2 ആയിട്ട് മാറുന്നു. അതുപോലെ MS1 MS2 എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് മണിയെ കാണിക്കുന്നു. അപ്പോൾ ഇത് ഡിമാൻഡ് കർവ്, ഇത് സപ്ലൈ കർവ്. സി ദിസ് ഇസ് ദ ഫസ്റ്റ് ഇന്റർസെക്ഷൻ പോയിന്റ്. ഡിമാൻഡ് സപ്ലൈയുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന ആദ്യത്തെ പോയിന്റ് ഇതാണ്. രണ്ടാമത്തെ ഇന്റർസെക്ഷൻ പോയിന്റ് രണ്ടിടത്തോണ്ട് ഒരെണ്ണം ഇവിടെയുണ്ട്, ഒരെണ്ണം ഇവിടെയുണ്ട്. അപ്പോൾ ഫസ്റ്റ് സപ്ലൈ കർവ് ഇതാണ്. അപ്പോൾ ഫസ്റ്റ് സപ്ലൈ MS1 ഇസ് ദ സപ്ലൈ കർവ്, ദിസ് ഇസ് ദ ഡിമാൻഡ് കർവ് അല്ലേ. അപ്പോൾ നോക്കുക, ഇന്റർസെക്ഷൻ പോയിന്റ് R2 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അവിടെ MS1 ആണ് സപ്ലൈ ഓഫ് മണി എന്ന് പറയുന്നത് അല്ലേ. ഇനി എന്താണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതുപോലെ സപ്ലൈ ഓഫ് മണി കൂടുന്നു. സപ്ലൈ ഓഫ് മണി കൂടുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുന്നു. വീണ്ടും
റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ് വീണ്ടും വീണ്ടും കുറയുന്നു. കുറഞ്ഞ് എവിടെ വരെ എത്തുന്നത്? ഈ ഫ്ലാറ്റ് പോർഷൻ ഓഫ് ലിക്വിഡിറ്റി, ഇതിനെ നമ്മൾ ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു പൊസിഷൻ എത്തിക്കഴിഞ്ഞാൽ ഇനി വീണ്ടും സപ്ലൈ ഓഫ് മണി എത്ര തന്നെ കൂടിയാലും ഇങ്ങോട്ട് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താലും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താവുന്നു? കോൺസ്റ്റന്റ് ആകുന്നു. കാരണം സപ്ലൈ ഓഫ് മണി എത്ര തന്നെ കൂടിയാലും ആളുകളുടെ ഡിമാൻഡ് ഫോർ മണി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു എന്ന് കാണിക്കുന്നതാണ് ഈ ലിക്വിഡിറ്റി ട്രാപ്പ്. അതുകൊണ്ടാണ് ഈ ഹൊറിസോണ്ടൽ പോർഷൻ ആയിട്ട് അത് മാറിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഡിമാൻഡ് കൂടുന്നു. ഇപ്പൊ സപ്ലൈയുടെ കാര്യമാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇനി ഡിമാൻഡ് കൂടുന്നൊരു സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുന്നു? ഈ L2 ഷിഫ്റ്റ് ചെയ്യുന്നു, L1 L2 ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഡിമാൻഡ് ഫോർ മണി കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൂടാമല്ലോ. അങ്ങനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഇങ്ങനെ കൂടുന്നത്. ഇനി ഡിമാൻഡ് ഫോർ മണി കൂടുതലും സപ്ലൈ ഓഫ് മണി കുറവ് MS1 ആണെങ്കിൽ എന്ത് സംഭവിക്കും? കുറച്ചുകൂടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടാം, R4 ആയിട്ട് കൂടാം. അപ്പോഴും ഇക്വിലിബ്രിയം ഉണ്ടാവും. മനസ്സിലായോ? അതായത് ഡിമാൻഡ് ഫോർ മണി കൂടുകയും സപ്ലൈ ഓഫ് മണി കൂടുതലും ആയിരുന്നാൽ ഈ ഒരു പോയിന്റ് ആയിരിക്കും ഇക്വിലിബ്രിയം. ഇനി ഡിമാൻഡ് ഫോർ മണി കൂടുതലും സപ്ലൈ ഓഫ് മണി കുറവുമായിരുന്നാൽ ഇതായിരിക്കും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഇതായിരിക്കും ഇക്വിലിബ്രിയവും. ഇങ്ങനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ R2 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇക്വിലിബ്രിയം ആവുന്നു, അത് കഴിഞ്ഞിട്ട് R1 ആവുന്നു ഇക്വിലിബ്രിയം റേറ്റ്, പിന്നെ R4 ആകുന്നു, R3 ആകുന്നു. ഇങ്ങനെ പല ഇക്വിലിബ്രിയം റേറ്റ് നമുക്ക് ഒരേ സമയം അച്ചീവ് ചെയ്യാൻ പറ്റുന്നു, ഡിപ്പെൻഡിങ് അപ്പോൺ ദ മാർക്കറ്റ് കണ്ടീഷൻസ് ലൈക്ക് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് മണി. ഇവിടെ ഈ ഫിഗറിൽ നമുക്ക് മനസ്സിലാവുന്നു ഒരു ഗിവൺ ലിക്വിഡിറ്റി പ്രിഫറൻസ് കർവ് ആണ്. അങ്ങനെയെങ്കിൽ an increase in money supply reduces the rate of interest. അപ്പോൾ ഒരു ലിക്വിഡിറ്റി പ്രിഫറൻസ് കർവ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ സപ്ലൈ ഓഫ് മണി കൂടിക്കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും? കുറയും. എന്നാൽ സപ്ലൈ ഓഫ് മണി കൂടിക്കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂട്ടാൻ പറ്റില്ല, അതാണ് കാരണം. അതുപോലെ നേരെ തിരിച്ചു. ഇനി വിത്ത് എ ഗിവൺ മണി സപ്ലൈ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ആൻ ഇൻക്രീസ് ഇൻ ഡിമാൻഡ്, അതായത് നമ്മുടെ ലിക്വിഡിറ്റി പ്രിഫറൻസ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിലോ മണി ഇൻക്രീസസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടും. കാരണം സപ്ലൈ ഓഫ് മണി കോൺസ്റ്റന്റ്, അതാണ് ഞാനിവിടെ പറഞ്ഞത്. സപ്ലൈ ഓഫ് മണി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയും ഡിമാൻഡ് ഫോർ മണി കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുന്നു, R4 ആയിട്ട് മാറുന്നു. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.